നമ്മൾ കല്യാണാലോചന നടത്തുമ്പോൾ, ഇപ്പോൾ ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ജോലിയുള്ള ഭാര്യ അല്ലെങ്കിൽ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു ഭാര്യ, അവരെ പലപ്പോഴും ആ രൂപത്തിലുള്ളൊരു സെലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു ഇസ്ലാമിക മാനം എന്താണ്? ഒരു വിവാഹ സമയത്ത് ജോലിയുള്ള ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഇസ്ലാമികമായി നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും അതിലൊക്കെ നമ്മൾ നമ്മുടെ പരലോകത്തിൻ്റെ ഒരു വിജയമാണ് മുഖ്യ പ്രാധാന്യമായിട്ടൊരു വിശ്വാസി കാണുന്നത്. ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഏറ്റവും മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ത് കാര്യത്തിനാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഒരാളൊരു ജോലിയുള്ള ഒരു സ്ത്രീ ആവണം എൻ്റെ ഭാര്യ എന്ന നിലക്കൊരു വിവാഹാന്വേഷണം നടത്തുകയോ അങ്ങനെ ഒരു സ്ത്രീയോ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റും ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. പക്ഷെ അതിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ജോലിയുള്ള ഒരു സ്ത്രീയെ കിട്ടാൻ വേണ്ടി ഒരു മതബോധമുള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ അങ്ങനത്തെ ഏറ്റവും മുഖ്യം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളായി മാറും. കാരണം ഒരു ജോലിയുള്ള ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ അവളുടെ പുറത്തുള്ള ജോലിയും വീട്ടിലെ ജോലിയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ കുറേ ക്ഷമയും വിട്ടുവീഴ്ചയും സഹകരണവും സന്നദ്ധതയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു മതബോധമുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തൻ്റെ ഭർത്താവിനോടുള്ള കടമകളെക്കുറിച്ചും ഭർത്താവിന് ഇസ്ലാമികമായി കൊടുക്കേണ്ട സ്ഥാനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലതകളെ ഒരു പക്ഷേ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കൂടുതൽ സാധ്യമായി വന്നേക്കാം. പിന്നെ ഈ ഒരു സംഗതി എന്താ വെച്ചാൽ, ഒരാൾ ഒരു ജോലിയുള്ള ഭാര്യ വേണം എന്ന് താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അതും ഇതിൽ വളരെ പ്രധാനമായി ചിന്തിക്കണം. ഒരു ജോലിയുള്ള ഭാര്യയായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്തിനാണ്? അതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നാലും തൻ്റെ വരുമാനത്തിന് പുറമെ ഒരു സാമ്പത്തികമായൊരു വരുമാനം തൻ്റെ കുടുംബത്തിലേക്ക് വരിക എന്നുള്ള ഒരു ഉദ്ദേശം എന്തായാലും അതിലുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യയിൽ നിന്നുള്ള വരുമാനം തൻ്റെ കുടുംബ ബജറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് അയാൾ കാണും. അപ്പം പലപ്പോഴും അത് വിചാരിച്ച പോലെ തനിക്ക് ലഭിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അതുമൂലം വരികയോ അല്ലെങ്കിൽ അവൾക്ക് ജോലി കിട്ടാതെ വരികയോ അല്ലെങ്കിൽ കിട്ടിയ ജോലി പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെയും കുറിച്ച് മാത്രം ആലോചിച്ച് ഒരു പക്ഷേ കുടുംബജീവിതം തന്നെ അതിൻ്റെ ചർച്ചകളിലൂടെ തകരാറായി പോകുന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ ജീവിതത്തിൽ ഒരു വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന മുഖ്യ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നല്ലൊരു ദീനിയായൊരു ജീവിതം, സംതൃപ്തികരമായൊരു ദാമ്പത്യം, അതേപോലെ തന്നെ നല്ല ദീനീബോധമുള്ള രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക, അതേപോലെ തന്നെ സമാധാനകരവും സന്തോഷകരമായൊരു കുടുംബാന്തരീക്ഷം, ഇങ്ങനെയുള്ള ധാരാളം ഇസ്ലാമികമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുകയും അതിനൊക്കെ ഭൗതികമായി തനിക്ക് സഹായകമാകുന്ന രൂപത്തിൽ മതപരമായ കാര്യങ്ങൾക്ക് എതിരാവാത്ത രൂപത്തിൽ ഒരു ഭാര്യയും ഒരു ജോലിയും ചുറ്റുപാടും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു അനുകൂലാവസ്ഥയെ പരിഗണിക്കുകയും ചെയ്യുകയായിരിക്കും. ആ ഒരു മനോഭാവത്തിൽ വിവാഹത്തെ സമീപിക്കുകയായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ വിവാഹത്തിന് മുമ്പേ ഭാര്യയ്ക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം ഭാവി കുടുംബജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത് ഒരു സ്ത്രീധനത്തിൻ്റെ ഒരു വകുപ്പിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നൊരു വിഷയം അതിലുണ്ടോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നാം വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ട അനുകൂല അവസ്ഥകൾ, അവർക്ക് സൗന്ദര്യമുണ്ടാവണം, അത് ഭൗതികമായ ഒരു ഗുണമാണല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അവൾ നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് ആയിക്കോട്ടെ എന്നൊരാൾ വിചാരിച്ചു പോയാൽ അതൊന്നും എന്തല്ല, തൻ്റെ ഭൗതിക ജീവിതത്തിന് സൗകര്യപ്പെടുന്ന ചില അനുവദനീയമായ കാര്യങ്ങളെന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഭൗതികമായ ഒരു വരുമാനം എന്നുള്ള നിലക്ക് ഭാര്യയുടെ കൂടെ സഹായം എനിക്കുണ്ടായിക്കോട്ടെ സാമ്പത്തികമായി എന്നൊരാൾ വിചാരിച്ചാൽ ഒരിക്കലും അത് സ്ത്രീധനമാകും. സ്ത്രീധനമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, സ്ത്രീധനമെന്ന് പറയുമ്പോൾ എന്തേ ഉള്ളൂ വെച്ചാൽ, ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിക്കണമെങ്കിൽ നിശ്ചിതമായ ചില ആഭരണങ്ങളോ അല്ലെങ്കിൽ പണമോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. 100 പവൻ തികച്ച് തന്നാൽ അല്ലെങ്കിൽ
ഒരു 10 ലക്ഷം രൂപ എനിക്ക് തരുമെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എന്ത് അനുകൂല ഘടകങ്ങളുണ്ടെങ്കിലും ഈ കല്യാണം നടക്കണമെങ്കിൽ അതുണ്ടെങ്കിലേ പറ്റൂ എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മൾ സ്ത്രീധനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യം. അതല്ലാതെ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ കാര്യങ്ങളോ ഒരാൾ പ്രതീക്ഷിക്കുന്നുള്ളത് എന്തിലും അങ്ങനെയാണ്. നമ്മളൊരു പേന വാങ്ങുമ്പോൾ പോലും ആ പേനയുടെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ചില അനുകൂല ഘടകങ്ങൾ തൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും സ്ത്രീധനത്തിൻ്റെ കണത്തിൽ എണ്ണേണ്ട ആവശ്യമില്ല. പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.